പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ജില്ലാപാതയിൽ നിന്നും പുറപ്പെടുന്ന തീക്കുഴിച്ചാൽ പടയങ്ങോട് ബൈപ്പാസ് റോഡിലെ ഓവുചാൽ റോഡ് നടപ്പാത നിർമ്മാണവും ടാറിങ്ങും കോൺക്രീറ്റ് പണിയും തുടങ്ങി മാസങ്ങൾ പലതു കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അനാസ്ഥയിൽ നാട്ടുകാർ ചെമ്മണ്ണ് പൊടി തിന്നുകയാണ്. മട്ടന്നൂർ മണ്ഡലം MLA KK ശൈലജയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ച് തുടങ്ങിയ വികസന പ്രവർത്തനമാണ് നിലച്ചത്. 60 മീറ്റർ ഓവുചാൽ നിർമ്മാണം, 3 മീറ്റർ വീതിയിൽ 200 മീറ്റർ നീളത്തിലുള്ള റോഡ് ടാറിങ്ങും പാതയോരത്തെ ഇരുഭാഗങ്ങളിലും 3 മീറ്റർ കോൺക്രീറ്റ് എന്നീ പ്രവൃത്തികളാണ് തുടങ്ങിയത്. ഓവുചാലിലെ മണ്ണ് മുഴുവനും റോഡിലേക്ക് മാറ്റിയതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ കാറ്റിൽ ചെമ്മണ്ണ് പ്രദേശമാകെ നിറഞ്ഞിരിക്കുന്നതിനാൽ പ്രദേശവാസികൾ പൊടിശല്യത്തിന്റെ പിടിയിലാണ്. അടിയന്തരമായി പണി പൂർത്തിയാക്കണമെന്ന് പ്രദേശവാസികളും നാട്ടുകാരും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരും കരാറുകാരനും അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. പൊടിശല്യത്താൽ റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള വീട്ടുകാർ വലിയ ആശങ്കയിലാണ്. ശ്വാസ തടസ്സമടക്കം പല രോഗങ്ങളാൽ പ്രയാസപ്പെടുകയാണ് നാട്ടുകാർ. അടിയന്തരമായി പണി പൂർത്തിയാക്കി നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ദുരിതാവസ്ഥ പരിഹരിക്കണമെന്നാണ് പൊതുവായ ആവശ്യം. 12ാം വാർഡ് പടിയൂർ പടയങ്കോട് തീക്കുച്ചാൽ റോഡ് MLA ഫണ്ട് 25 ലക്ഷം റുപ്യ പാസ്സായിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് അതിന്റെ വർക്കോ ഒന്നോ സ്റ്റാർട്ടാക്കിയില്ല. പൊടി കൊണ്ട് വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഇപ്പം അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ ചെറിയ മക്കളുണ്ട്, കണ്ടവാന എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. ഇനിയെങ്കിലും ഇതിലെ ഒന്നാമത് കല്ലും വണ്ടി അങ്ങനെ ഇങ്ങനെ വണ്ടി കണ്ടമാനം പാസ്സാകുന്നുണ്ട്, സ്കൂൾ വണ്ടിയായാലും ഇതായാലും. ഇനിയെങ്കിലും അതേ മെമ്പർമാരോ ഇതായിട്ടോ ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ചെയ്തു തരാം. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാന്ന്. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കി ചെയ്തു തന്ന നല്ല. നമ്മളെ ഗവൺമെന്റ് 25 ലക്ഷം റുപ്യ ഈ തീക്കുച്ചാല് സിദ്ദിഖ് നഗർ റോഡ് പാസ്സാക്കിയിട്ട് ഇപ്പോൾ ഇത് കരാറുകാരൻ ഒരു ദിവസം വന്നിട്ട് ഒരു 2-3 മണിക്കൂറാണ് പണിയെടുത്തിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലൂടെ ദിവസവും 2-3 പ്രാവശ്യം യാത്ര നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുട്ടികൾ വരെ യാത്ര ചെയ്യുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് നമ്മളെ അവസ്ഥ. ഇതിലൂടെ പൊടി വാരിയിട്ട് തന്നെ നമുക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ തന്നെ വമ്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹൈവേ എല്ലാം കൂടി ഇപ്പോൾ ഇതുവഴിയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ യാത്ര വളരെ പ്രയാസകരമാണ്. നമ്മൾ ഈ പടയങ്കോട് തീക്കുച്ചാൽ റോഡ് ഒരു 1/2 കിലോമീറ്ററിന് വേണ്ടി നമ്മുടെ MLA 25 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട്. ഇതുവരെ ഇത് റോഡ് താറ് ചെയ്തിട്ടില്ല. കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടവരോ അവർ പറയുന്നത് വെച്ചാൽ ഇലക്ഷന് മുമ്പേ ചെയ്തുതരാമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കരാറുകാരൻ്റെ അനാസ്ഥ കാരണം നമ്മൾ AO ആയിട്ട് ബന്ധപ്പെട്ട് അവരും പറഞ്ഞ് നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്തുതരാമെന്ന്. ഇതുവരെ ചെയ്തിട്ട് കാണുന്നില്ല. നമുക്കാണെങ്കിൽ 2 വീലുകൾ പിന്നെ ഓട്ടോറിക്ഷകളൊന്നും ഇങ്ങോട്ട് വരുന്നുമില്ല. അയൽവാസികളാണെങ്കിൽ പകൽ വീട് പൂട്ടിയിട്ടുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളത്. രാത്രി കാലങ്ങളിൽ ഇതിലൂടെ പോകാനും കഴിയില്ല. പന്നിൻ്റെ ശല്യം, നായിൻ്റെ ശല്യമല്ലോ. ഇത് എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് ചെയ്തു തീർക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പടയങ്ങോട് തീക്കുഴിച്ചാൽ റോഡ് 25 ലക്ഷം പാസ്സായിട്ടോ ഇതുവരെ പണി നടന്നിട്ടില്ല. ഒരു പ്രാവശ്യം വന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളൂ. 50 വർഷത്തിലധികം പഴക്കമുള്ള റോഡാണിത്. ഇതുവരെ ഒന്നും ഇതിന് മാറ്റം വന്നിട്ടില്ല.